അപ്പോൾ ഗൈസ്, ഞാനൊരു പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെബ്സൈറ്റ് എന്ന് പറയുമ്പം ഒരു കണ്ടൻറ് ക്രിയേറ്റിന് വേണ്ടിയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. വെബ്സൈറ്റിൻ്റെ പേര് സ്റ്റോറി ഫോറിനാണ്. സോ ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിന്നിപ്പം നമുക്ക് ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് കണ്ടൻറ് വേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം ഞാൻ കാണിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഏത് കണ്ടൻറ്റിനെ ബേസ് എന്തിനെ ബേസ് ചെയ്ത് വേണം ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയ എന്താണ് ഐഡിയനെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ഐഡിയകൾ കൊടുക്കാം. ഇതിപ്പം ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്. സിനിമ എടുക്കുക. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഹെറോ സസ്പെൻസ് എടുക്കാൻ ഏത് ലാംഗ്വേജ് വേണം എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് സ്റ്റോറി വേണോ അതോ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയാണോ അങ്ങനെ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് ചെയ്ത് ഏകദേശം ഒരു 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഒരു സ്റ്റോറി വരും. അപ്പോൾ സ്റ്റോറി നമുക്ക് ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കഥ മൊത്തം ഉണ്ട്, അതിൻ്റെ സ്ക്രീൻ ബ്രേക്ക് ഡൗൺ എങ്ങനെയായിട്ട് ഓരോ സീൻ എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ടുണ്ട്. നമുക്കതനുസരിച്ച് പ്ലാൻ ചെയ്യാം എങ്ങനെ വേണമെന്ന്. അപ്പം ഇതൊരു ചെറിയൊരു വെർഷനാണ്. ഇപ്പം അടുത്തൊരു വെർഷൻ നമ്മൾ ഇതിൻ്റെ ബാക്കി ചെയ്യുന്നുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതൊരു യൂസ്ഫുൾ വെബ്സൈറ്റാണ്. അപ്പം നിങ്ങൾ കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഓപ്ഷന് വേണ്ടി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാം.